പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതിനെതിരായ സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ ഇന്ന് വിധി പറയും. എറണാകുളം സബ് കോടതിയാണ് വിധി പറയുക. കേസ് പരിഗണിച്ച കോടതി വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയതിനെതിരായ ഹർജിയിൽ വിധി ഇന്ന് പറയും. എറണാകുളം സബ് കോടതിയാണ് വിധി പറയുന്നത്. പ്രധാനമായും കേസ് പരിഗണിച്ച കോടതി 2 ദിവസം ഈ കേസ് പരിഗണിച്ച കോടതി വിധി പറയുന്നത് 2 തവണ മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് കേസിൽ വിധി പറയും. കഴിഞ്ഞ ദിവസം കേസിലെ വാദമടക്കം തന്നെ പൂർത്തിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി സാന്ദ്ര തോമസ് നൽകിയ പത്രികയായിരുന്നു ഭരണാധികാരി തള്ളിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പിന്നീടാണ് ഈ ഒരു ഹൈക്കോടതി സബ് കോടതിയെ സമീപിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. താൻ ബൈലോ പ്രകാരം 3 സിനിമയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രിക തള്ളിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താൻ 9 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ വാദം. ഇന്നിപ്പോൾ വിധി പറയുന്നത് നാളെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ വിധി വരുമ്പോൾ സാന്ദ്ര തോമസിന് അനുകൂലമായുള്ള ഒരു വിധിയാണെങ്കിൽ അത് നാളെ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത അടക്കം തന്നെ കൂടുതലാണ്. അതേസമയം തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദപ്രതിവാദങ്ങൾ അടക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് സജി നന്ദ്യാട്ട് ഒരു ആരോപണവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി അദ്ദേഹം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സജി നന്ദ്യാട്ട് രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഫിലിം ചേംബർ പ്രസിഡന്റ് ആകാതിരിക്കാൻ, താൻ ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ആകാതിരിക്കാൻ ഒരു സംഘം ലോബികൾ പ്രവർത്തിക്കുന്നു, നാടകങ്ങൾ നടക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫിലിം ചേംബർ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി കണ്ടെത്തിയതാണ് തനിക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. താൻ ആ അഴിമതി ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാകുന്നത് എന്നായിരുന്നു സജി നന്ദ്യാട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഫിലിം ചേംബറിൽ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ ദിവസം വലിയ വാഗ്വാദങ്ങൾ അടക്കം തന്നെ ഉണ്ടായപ്പോഴും സജി നന്ദ്യാട്ടായിരുന്നു സാന്ദ്ര തോമസിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നതും. സജി നന്ദ്യാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണച്ചതടക്കം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത് തന്നെയാണ്. അദ്ദേഹം സാന്ദ്ര തോമസിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ സാന്ദ്ര തോമസ് എന്ന വ്യക്തിയല്ല, അവരുടെ ആശയങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തനിക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്, താൻ പ്രസിഡന്റ് ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. സാന്ദ്ര പ്രസിഡന്റായി മത്സരിക്കുകയാണെങ്കിൽ താൻ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നായിരുന്നു സജി നന്ദ്യാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹം നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം ചേംബറിലെ ഫയലിലെ വിവരം എങ്ങനെ പുറത്തു വന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഫിലിം ചേംബറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സജി നന്ദ്യാട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 11:30 ഫിലിം ചേംബറിന്റെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സജി നന്ദ്യാട്ട് പറഞ്ഞ ആരോപണങ്ങൾക്കടക്കം ഈ യോഗത്തിൽ ഒരു മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം ആണ് ഈ ചേംബർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇനി സാന്ദ്ര തോമസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സജി നന്ദ്യാട്ട് പ്രസിഡന്റ് സ്ഥാനത്തിന് പകരം ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിക്കാനായിരിക്കും സാധ്യതയേറെ. ആതിര. ശരി വിനയ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതിനെതിരായ സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ ഇന്ന് വിധി പറയും. എറണാകുളം സബ് കോടതിയാണ് വിധി പറയുക. കേസ് പരിഗണിച്ച കോടതി വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു.